നമസ്തേ, ഏവർക്കും രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കുമാരനെല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലാണ്. കേരളത്തിലെ തന്നെ അതിപ്രശസ്തമായ ഒരു ദേവീക്ഷേത്രമാണിത്. 108 ദുർഗാലയങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. ഇവിടെ കുമാരനെല്ലൂർ അമ്മയായി കുടികൊള്ളുന്നത് മധുര മീനാക്ഷി ദേവി തന്നെയാണ് എന്നാണ് വിശ്വാസം. ത്രിപുര സുന്ദരിയായ ആദിപരാശക്തിയായ ആ അമ്മയുടെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി നമുക്കിന്ന് ഈ ക്ഷേത്രവിശേഷങ്ങളിലൂടെ സഞ്ചരിക്കാം. കോട്ടയം ജില്ലയിൽ കോട്ടയം നഗരത്തിൽ നിന്നും അധികം അകലെയല്ലാതെ കുമാരനെല്ലൂർ എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന കുമാരനെല്ലൂർ ദേവീക്ഷേത്രം പരശുരാമ പ്രതിഷ്ഠിതമായ 108 ദുർഗാലയങ്ങളിൽ ഉൾപ്പെട്ട അതിപ്രശസ്തമായ ഒരു ശക്തി ചൈതന്യ ഭൂമിയാണ്. കിഴക്ക് ദർശനമായി നിലകൊള്ളുന്ന ഈ പുരാതന ക്ഷേത്രത്തിന് 2400 വർഷങ്ങളുടെ പൗരാണികത അനുമാനിക്കപ്പെടുന്നു. ക്ഷേത്ര ഐതിഹ്യമനുസരിച്ച് ചേര രാജാവായിരുന്ന രാമവർമ്മ കുലശേഖര പെരുമാൾ വൈക്കത്തിനടുത്തുള്ള ഉദയനാപുരത്ത് അഥവാ ഉദയനായകീപുരത്ത് ദേവിയെ പ്രതിഷ്ഠിക്കുന്നതിനായി ഒരു ക്ഷേത്രവും ഇവിടെ അന്ന് കുമാരപുരം എന്നറിയപ്പെട്ടിരുന്ന ഈ ദേശത്ത് സുബ്രഹ്മണ്യ പ്രതിഷ്ഠയ്ക്കായി വേറൊരു ക്ഷേത്രവും നിർമ്മിച്ചു. അതിനായി പെരുമാളുടെ സങ്കല്പത്തിനനുസരിച്ചുള്ള വിഗ്രഹങ്ങൾ പണിതീർത്തു. പ്രതിഷ്ഠാ മുഹൂർത്തവും നിശ്ചയിച്ചു. ആ സമയത്ത് അങ്ങ് മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ ദേവിയുടെ അമൂല്യമായ മൂക്കുത്തി കാണാതെയായി. മധുര ഭരിച്ചിരുന്ന പാണ്ഡ്യരാജാവ് അന്വേഷണത്തിനായി സർവസന്നാഹങ്ങളും ഉപയോഗിച്ചെങ്കിലും ദേവിയുടെ തിരുവാഭരണം കണ്ടെത്തുവാനായില്ല. അവസാനം രാജാവിന് സംശയം ദേവിയുടെ മേൽശാന്തിയെ തന്നെയായി. നിരപരാധിയായ സാധു ബ്രാഹ്മണനോട് 41 ദിവസത്തിനകം മുക്കുത്തി കണ്ടെത്തുവാനും ഇല്ലെങ്കിൽ 41ാമത്തെ ദിവസം അദ്ദേഹത്തെ വധിക്കും എന്നും രാജാവ് കൽപ്പിച്ചു. അവസാനം 40ാമത്തെ ദിവസം എത്തിച്ചേർന്നു. പരമഭക്തനായ ആ പൂജാരി അമ്മേ, എന്നെ കാത്തു സംരക്ഷിക്കണേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അന്നത്തെ ആ രാത്രി ദേവിയുടെ തിരുനടയ്ക്ക് മുമ്പിൽ തന്നെ കിടന്നു. ഉറക്കത്തിൽ ഒരു ദിവ്യമായ രൂപം തൻ്റെ അടുത്തേക്ക് വരുന്നതായും വേഗം ഇവിടെ നിന്ന് പുറത്തു കടന്നോളൂ, അല്ലെങ്കിൽ ആപത്താണ്, ഞാൻ മുമ്പേ നടന്നോളാം എന്ന് പറയുന്നതായും ആ ഭക്തന് തോന്നി. ഞെട്ടി ഉണർന്ന അദ്ദേഹത്തിന് അതിസുന്ദരിയായ ഒരു സ്ത്രീരൂപം തന്നെ മാടി വിളിക്കുന്ന പോലെ അനുഭവപ്പെട്ടു. ആ തേജോരൂപത്തെ പിന്തുടർന്ന് അദ്ദേഹം ഓടി. ത്രിപുരസുന്ദരിയായ ജഗൽ ജനനിയുടെ പ്രകാശം കാരണം രാത്രിയിലെ അന്ധകാരം ഇല്ലാതെയായി. അങ്ങനെ ദേവി മുമ്പിലും ഭക്തൻ പിറകിലുമായി ഓടി. ഇടയ്ക്ക് വെച്ച് വഴിയമ്പലം എന്ന് തോന്നിക്കുന്ന ഒരിടത്ത് എത്തിയപ്പോൾ ക്ഷീണിതനാകയാൽ അദ്ദേഹം കിടന്ന് ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. കാരണം താൻ എത്തിയിരിക്കുന്നത് ഒരു സുബ്രഹ്മണ്യ പ്രതിഷ്ഠയ്ക്കായി തയ്യാറെടുക്കുന്ന ക്ഷേത്രത്തിലാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. തുടർന്ന് ക്ഷേത്ര ശ്രീകോവിലിലേക്ക് നോക്കിയ ആ ഭക്തൻ ആനന്ദസാഗരത്തിൽ ആറാടുന്നു. പീഠത്തിന്മേൽ ഉപവിഷ്ടയായ ത്രിപുരസുന്ദരിയായ ദേവീരൂപത്തെയാണ് ആ ഭക്തൻ ദർശിക്കുന്നത്. എന്നും ദേവിയെ ഉപാസിക്കുന്ന ബ്രാഹ്മണന് മധുര മീനാക്ഷി ദേവിയെ അനുഗമിച്ചാണ് താൻ ഇവിടെ എത്തിച്ചേർന്നത് എന്ന് പൂർണ്ണ ബോധ്യമാകുന്നു. അതിനാൽ തന്നെ തൻ്റെ കൂടെ മധുരയിൽ നിന്നും എത്തിയ മധുര മീനാക്ഷി ദേവി ഇവിടെയുള്ള ശ്രീകോവിലിൽ കുടികൊണ്ടിരിക്കുന്നു എന്ന ഭക്തൻ ഉറക്കനെ വിളിച്ചു പറഞ്ഞു. എന്നാൽ വേറെ ഒരാൾക്കും ദേവിയെ ദർശിക്കുവാൻ സാധ്യമല്ലല്ലോ. അതിനാൽ തന്നെ ആരും വിശ്വസിച്ചതുമില്ല. ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞ രാജാവ് താൻ പണി കഴിപ്പിച്ച ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ബ്രാഹ്മണൻ തന്നെ തൊട്ട് ശ്രീലകത്തിലേക്ക് നോക്കൂ രാജാവേ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്ത ആ രാജാവിനും ദേവീദർശനം ലഭിച്ചു. എന്നാൽ എന്തു ചെയ്യണം എന്ന കാര്യത്തിൽ ആശങ്കയും സംശയവും ഒക്കെ തോന്നുകയാൽ നേരത്തെ തീരുമാനിച്ച പോലെ സുബ്രഹ്മണ്യ പ്രതിഷ്ഠയ്ക്കായി ഇവിടെ പൂജകൾ ആരംഭിച്ചു. ആ നേരത്ത് കുമാരനല്ല ഊരിൽ എന്നൊരശരീരി ഇവിടെ മുഴങ്ങുകയും ചെയ്തുത്രേ. അങ്ങനെയാണ് കുമാരപുരം പിന്നീട് കുമാരനെല്ലൂർ ആയി മാറുന്നത്. എന്തായാലും ഇവിടത്തെ പ്രതിഷ്ഠ പിന്നെ ആവാം എന്ന് വിചാരിച്ച രാജാവ് താൻ പണി കഴിപ്പിച്ച ദേവീ വിഗ്രഹവുമായി ഉദയനായകീപുരത്തേക്ക് പരിവാരങ്ങളുമായി യാത്രയായി.
അപ്പോൾ ഇടയ്ക്ക് വെച്ച് മൂടൽമഞ്ഞും സ്ഥലജലഭ്രമവും അസുഖങ്ങളുമൊക്കെ അവർക്ക് പ്രതിബന്ധങ്ങളായി ഭവിച്ചു. എവിടെ വെച്ചാണോ ദേവി അവർക്കു മുമ്പിൽ മൂടൽമഞ്ഞ് സൃഷ്ടിച്ചത്, ആ ദേശം പിന്നീട് മാഞ്ഞൂർ എന്നറിയപ്പെട്ടു. ദേവിയുടെ കോപമാണ് ഇതിനെല്ലാം കാരണം എന്നവർക്ക് പൂർണ്ണ ബോധ്യമായി. കുമാരനെല്ലൂരിൽ ദേവിയെ തന്നെ പ്രതിഷ്ഠിക്കണം എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ജഗദംബികയോട് സമസ്താപരാധം ഏറ്റ് പറഞ്ഞ ആ നിമിഷം രാജാവും പരിവാരങ്ങളും പിന്നെ കാണുന്നത് അവർക്ക് മുമ്പിൽ എല്ലാ പ്രതിബന്ധങ്ങളും ഇല്ലാതെയാവുന്നതാണ്. അങ്ങനെ ഉദയനായകീപുരത്ത് സുബ്രഹ്മണ്യ പ്രതിഷ്ഠ യഥാവിധി നടത്തി അവർ എല്ലാവരും ഇങ്ങോട്ട് എത്തി. ഇവിടെ ദേവീ പ്രതിഷ്ഠ നടക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആരംഭിച്ചു. ഇവിടുത്തെ പ്രതിഷ്ഠയുടെ തലേനാൾ രാജാവിന് ഒരു സ്വപ്നദൃശ്യമുണ്ടായി. രാജാവ് പണികഴിപ്പിച്ച ആ വിഗ്രഹമല്ല ഇവിടെ പ്രതിഷ്ഠിക്കേണ്ടത് എന്നും ശ്രീ പരശുരാമ മഹർഷി കാലങ്ങളായി ആരാധിച്ച ദിവ്യമായ ഒരു അഞ്ജനാശിലാ വിഗ്രഹം വേദഗിരിയിലെ മോക്ഷസരസിൽ ജലാധിവാസമായി കിടക്കുന്നുണ്ട് എന്നും ആ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിക്കേണ്ടത് എന്നും ആരോ ഇങ്ങനെ പറയുന്നതായി രാജാവിന് തോന്നി. ഭഗവതിയുടെ ആ ദിവ്യമായ ശബ്ദം കേട്ട് ഉണർന്ന രാജാവിൻ്റെ കൽപ്പന പ്രകാരം ആ ദിവ്യമായ വിഗ്രഹം മുങ്ങിയെടുത്ത് വളരെ ആഘോഷപൂർവം ഇങ്ങോട്ട് കൊണ്ടുവന്നു. മുഹൂർത്ത സമയത്ത് പ്രതിഷ്ഠയ്ക്കായി തന്ത്രിയും മറ്റാചാര്യന്മാരും ഒരുങ്ങി നിൽക്കവേ ജടാധാരിയായ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ സാക്ഷാൽ പരശുരാമ മഹർഷി ഇവിടെയെത്തി ദേവിയെ പ്രതിഷ്ഠ നടത്തി എന്നാണ് വിശ്വാസം. ചതുർബാഹുക്കളിൽ ശംഖ ചക്ര വരദ കടീബന്ധത്തോടുകൂടിയ ദിവ്യമായ അഞ്ജനാശിലാ വിഗ്രഹത്തിൽ അന്നു മുതൽ ഈ ദേശത്തിൻ്റെ നാഥയായി കുമാരനെല്ലൂരമ്മ കിഴക്ക് ദർശനമായി പരിശോഭിക്കുന്നു. വൈഷ്ണവ ചൈതന്യമാർന്ന പരാശക്തിയെ ത്രിമൂർത്തികൾ വണങ്ങുന്ന സമയത്തെ ദേവിയുടെ ആ ഭാവമുണ്ടല്ലോ, അത് ഈ വിഗ്രഹത്തിനുണ്ട് എന്നാണ് വിശ്വാസം. പ്രതിഷ്ഠയ്ക്ക് ശേഷം രാജാവ് തൻ്റെ സകല സ്വത്തുക്കളും ദേവിക്കായി സമർപ്പിച്ചു. ഉദയനാപുരത്തേക്ക് തോണിയിൽ പോകുന്ന വേളയിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടായപ്പോൾ രാജാവ് ദേവിക്ക് സ്വത്തുവകകൾ ദാനം ചെയ്യുവാനായി ജലം കയ്യിലെടുത്തപ്പോൾ താമരപ്പൂ വിരിയുന്നതുപോലെ ദേവിയുടെ ആ അതിമനോഹരമായ തൃക്കൈകൾ അന്ന് ജലത്തിൽ ദൃശ്യമായി എന്നും അവിടെ വെച്ച് തന്നെ രാജാവ് അമ്മയ്ക്കായി സർവസ്വവും സമർപ്പിച്ചു എന്നും ആ സ്ഥലം പിന്നീട് തൃക്കൈകണ്ഠം എന്നറിയപ്പെട്ടു എന്നൊക്കെ കഥകളുണ്ട്. എന്തായാലും ദേവിയുടെ ശാന്തിക്കാരനായിരുന്ന മധുരയിൽ നിന്ന് വന്നു ചേർന്ന ബ്രാഹ്മണനുണ്ടല്ലോ, അദ്ദേഹത്തിനെ തന്നെയാണ് രാജാവ് ഇവിടെയും ശാന്തിവൃത്തിക്കായി നിയോഗിച്ചത്. അദ്ദേഹത്തിൻ്റെ ഇല്ലം പിന്നീട് മധുര ഇല്ലം എന്നറിയപ്പെട്ടു. തന്ത്രം കടിയക്കോൽ മനയ്ക്കാണ് രാജാവ് നൽകുന്നത്. 9 ഇല്ലങ്ങൾ ഊരായ്മക്കാരായ ക്ഷേത്രം ഭരിക്കുന്നത് കുമാരനെല്ലൂർ ഊരാൺമ ദേവസ്വമാണ്. ക്ഷേത്രമതിൽ ആൽമരങ്ങൾ, നടപ്പുര എന്നിവ കണ്ട് ചുമർ ചിത്രങ്ങളാലും ദാരുശില്പങ്ങളാലും അലങ്കൃതമായ കിഴക്കേ ഗോപുരത്തിൻ്റെ മനോഹാരിത ആസ്വദിച്ച് ആനക്കൊട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ദുർഗാവാഹനമായ സിംഹത്തെ ശിരസിലേറ്റുന്ന സ്വർണധ്വജം, ദീപസ്തംഭം, കൊത്തുപണികളോടുകൂടിയ ബലിക്കൽ പുര, 10 അടിയിലധികം ഉയരമുള്ള ഭീമാകാരമായ ബലിക്കല്ല് എന്നിവ ദർശിച്ച് ധ്വജത്തിന് സമീപം തൂണിന്മേലുള്ള ഗണപതിയെ തൊഴുത് വാതിൽ മാടത്തിലൂടെ നാലമ്പലത്തിലേക്ക് പ്രവേശിച്ചാൽ ആദ്യം നമസ്കാര മണ്ഡപത്തിന് മുമ്പിലേക്കാണ് എത്തുന്നത്. മച്ചിൽ കൊത്തുപണികളോടുകൂടിയ നമസ്കാര മണ്ഡപം അതിമനോഹരമാണ്. നമസ്കാര മണ്ഡപത്തിൻ്റെ തെക്ക് പടിഞ്ഞാറുള്ള തൂണിൽ മണിഭൂഷണൻ അഥവാ ശാസ്താവ് കുടികൊള്ളുന്നുണ്ട്. കരിങ്കല്ലിൽ തീർത്ത ചുമർ ചിത്രങ്ങളാൽ അലങ്കൃതമായ ചെമ്പുമേഞ്ഞ സ്വർണത്താഴിക കുടത്തോടുകൂടിയ ഏകദേശം 200 അടി ചുറ്റളവുള്ള അതിബൃഹത്തായ ഇരുനില വട്ട ശ്രീകോവിലിലാണ് കുമാരനെല്ലൂർ കാർത്യായനി ദേവിയായി ആദിപരാശക്തി പരിലസിക്കുന്നത്. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ ഭാവങ്ങൾ ഉൾക്കൊണ്ട് കുമാരനെല്ലൂരമ്മ കുടികൊള്ളുന്ന ഈ ശ്രീകോവിലിന് ശ്രീചക്രത്തിൻ്റെ രൂപമാണുള്ളത് എന്നത് വലിയ പ്രത്യേകതയാണ്. നിൽക്കുന്ന ഭാവത്തിലാണ് വിഗ്രഹമെന്ന് പറയപ്പെടുന്നു. മഞ്ഞൾപ്പൊടിയിൽ ആറാടിക്കൊണ്ട് സുസ്മേരവദനയായി, ഐശ്വര്യപ്രദായിനിയായി, ത്രിപുരസുന്ദരിയായി പരിശോഭിക്കുന്ന കുമാരനെല്ലൂർ വാഴും ജഗദംബികയെ എത്ര നേരമാണ് കണ്ണിമ വെട്ടാതെ നോക്കി നിന്നത് എന്ന് ഓർമ്മയില്ല.
മാതൃവാത്സല്യത്താൽ ഭക്തരെ കാത്തു സംരക്ഷിച്ചുകൊണ്ട് പരിലസിക്കുന്ന ദേവീരൂപം ആത്മധൈര്യവും ജ്ഞാനവും പരമാനന്ദവുമാണ് പങ്കുവെക്കുന്നത്. നാലമ്പലത്തിനോട് ചേർന്ന് തെക്ക് ഭാഗത്ത് ശിവക്ഷേത്രമുണ്ട്. സ്വതന്ത്ര ശ്രീകോവിലിൽ പരിലസിക്കുന്ന കൈലാസനാഥന് മുമ്പിൽ നമസ്കാര മണ്ഡപവുമുണ്ട്. ഇവിടെ ആദ്യം ഒരു ശിവക്ഷേത്രമായിരുന്നു എന്നും അതിനാൽ ആദ്യം തൊഴേണ്ടത് ഭഗവാനെയാണ് എന്നും പറയപ്പെടുന്നു. ഭൂമിയുടെ ഉടമ ഭൂതനാഥനായ മണിഭൂഷണനാണത്രേ. നാലമ്പലത്തിന് പുറത്ത് ഭദ്രകാളി സങ്കല്പത്തിലുള്ള ആലുങ്കൽ ഭഗവതി, രക്ഷസ്, പിന്നെ സർപ്പക്കാവ് എന്നിങ്ങനെയുള്ള ഉപദേവതമാരും ഈ ക്ഷേത്രമതിൽക്കകത്തുണ്ട്. പതിവായി 5 പൂജകൾ, 3 ശ്രീബലി, നവകം, പഞ്ചഗവ്യം എന്നിവ നടക്കുന്ന ഇവിടെ സന്ധ്യാദീപാരാധന പതിവില്ലത്രേ. അത്താഴപൂജയ്ക്ക് നട തുറക്കുമ്പോൾ എല്ലാ ദേവീദേവന്മാരും ഇവിടെ അമ്മയെ കാണുവാനായി സന്നിഹിതരാകും എന്നാണ് വിശ്വാസം. വേദമന്ത്രങ്ങൾക്ക് പ്രാധാന്യമുള്ള ഈ ക്ഷേത്രത്തിൽ പഞ്ചമഹാസങ്കല്പത്തിൽ പൂജകൾ ചിട്ടപ്പെടുത്തിയത് ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളാണ്. നിർമ്മാല്യ സമയത്ത് സരസ്വതി, പിന്നീട് മഹാലക്ഷ്മി, പന്തീരടി കാലത്ത് പാർവതി, ഉച്ചയ്ക്ക് ദുർഗ, സന്ധ്യയ്ക്ക് വനദുർഗ എന്നിങ്ങനെ പഞ്ചസ്വരൂപിണിയായി പാപവിനാശിനിയായി ദേവി ഇവിടെ പരിലസിക്കുന്നു. ആദിശങ്കരാചാര്യർ, മധുര രാജാവായിരുന്ന തിരുമല നായ്ക്കർ, കുറൂരമ്മ, മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരി, കുഞ്ചൻ നമ്പ്യാർ, സ്വാതി തിരുനാൾ, മർത്താണ്ഡവർമ്മ മഹാരാജാവ് എന്നിങ്ങനെ ഒത്തിരി മഹത്തുക്കൾ കുമാരനെല്ലൂരമ്മയെ ദർശിക്കുവാനായി ഇങ്ങോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ദേവിയുടെ അനുഗ്രഹത്താൽ അമ്പലപ്പുഴ രാജാവായി തീർന്ന ചെമ്പകശ്ശേരി രാജാവ് ദേവിക്കായി സമർപ്പിച്ച ഭദ്രദീപം ഇന്നും നമസ്കാര മണ്ഡപത്തിൽ സ്ഥിതി ചെയ്യുന്നു. സൂക്ത പുഷ്പാഞ്ജലികൾ, ഭദ്രദീപം തെളിയിക്കുക, മഞ്ഞളാടുക, വിളക്ക് മാല, ത്രിമധുരം, കദളിപ്പഴനേദ്യം, കൂട്ടുപായസം, ചതുശതം, ഐമ്പറ, മംഗല്യഹാര പൂജ, പട്ടും താലിയും എന്നിങ്ങനെ നിരവധി വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. ചുവന്ന പട്ട്, കൊമ്പനാന, ചെമ്പരത്തി എന്നിവ ഇവിടെ നിഷിദ്ധമാണ്. വൃശ്ചികത്തിലെ തൃക്കാർത്തിക 10 ദിവസത്തെ തിരുവുത്സവമായി പ്രൗഢഗംഭീരമായി ഇവിടെ ആചരിക്കുന്നു. 9ാം ദിവസമാണ് അതിപ്രശസ്തമായ തൃക്കാർത്തിക ദർശനം. ത്രിപുരസുന്ദരിയായ അമ്മ പിടിയാനപ്പുറത്ത് എഴുന്നള്ളുന്നത് ഈ പ്രപഞ്ചത്തിലേക്ക് വെച്ച് ഏറ്റവും അതിമനോഹരമായ കാഴ്ചയാണ്. കുമാരനെല്ലൂർ കാത്യായനീ ദേവി തൃക്കാർത്തിക ദിവസം ആറാട്ട് കഴിഞ്ഞ് സർവാഭരണ വിഭൂഷിതയായി എഴുന്നള്ളുന്ന കാഴ്ച കാണുവാൻ ശ്രീലകം വിട്ട് തെക്കേ മതിലിന്മേൽ സാക്ഷാൽ ശ്രീ വടക്കുന്നാഥൻ എഴുന്നള്ളിയിരിക്കുന്നത് വില്വമംഗല സ്വാമിയാർ ദർശിച്ച ആ ഐതിഹ്യമുണ്ടല്ലോ, അത് നമ്മൾ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ വ്ലോഗിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉത്സവബലി ദർശനം, മേളവാദ്യങ്ങൾ, കലാസാംസ്കാരിക പരിപാടികൾ, ചുറ്റുവിളക്ക്, പുരാണപാരായണങ്ങൾ, പ്രസാദഊട്ട്, ദേശവിളക്ക്, ദീപക്കാഴ്ച എന്നിങ്ങനെ കുമാരനെല്ലൂരമ്മയുടെ തൃക്കാർത്തിക വിശേഷങ്ങൾ വിശ്വപ്രശസ്തവും പ്രൗഢഗംഭീരവുമാണ്. ചിങ്ങമാസത്തിൽ തിരുവോണം കഴിഞ്ഞുള്ള ഉത്രട്ടാതി ഊരുചുറ്റുവള്ളംകളി, പരശുരാമ ജയന്തി, തൃപ്പുത്തരി, നവരാത്രി, മീനപൂരം എന്നിങ്ങനെ നിരവധി ആണ്ടുവിശേഷങ്ങൾ ഇവിടെയുണ്ട്. പരശുരാമ പ്രതിഷ്ഠിതമായ 108 ദുർഗാക്ഷേത്രങ്ങളിലെയും ഒന്നിച്ചുള്ള ദേവീ ചൈതന്യം ഈ ക്ഷേത്രത്തിൽ സന്നിഹിതമാണ് എന്നും വിശ്വാസങ്ങളുണ്ട്. ഒരിക്കൽ സാമൂതിരി രാജകുടുംബത്തിലെ ഒരു തമ്പുരാട്ടിക്ക് ഗന്ധർവബാധ ഉണ്ടായപ്പോൾ അവർക്ക് അതിൽ നിന്നും മോചനം നേടിക്കൊടുത്തത് അതിപ്രശസ്തനായ സൂര്യകാലടി ഭട്ടത്തിരിയാണ്. ഭട്ടത്തിരിയുടെ പരദേവതയായ കുമാരനെല്ലൂരമ്മയുടെ ശക്തിവിശേഷത്തിൻ്റെ അനുഭവം അന്ന് സാമൂതിരിക്ക് നേരിട്ട് ബോധ്യമായതിനെ തുടർന്ന് മണിക്കാതില എന്ന രാജകുടുംബാംഗങ്ങൾ വിവാഹ സമയത്ത് അണിയുന്ന അതിവിശേഷപ്പെട്ട ഒരു കർണാഭരണം അന്നു മുതൽ സാമൂതിരി രാജകുടുംബാംഗങ്ങൾ ഇവിടെ ദേവിക്കായി സമർപ്പിക്കുവാൻ തുടങ്ങി. ഇങ്ങനെ കുമാരനെല്ലൂരമ്മ പ്രത്യക്ഷ സ്വരൂപയായി തൻ്റെ ഭക്തജനങ്ങളെ അനുഗ്രഹിച്ച അനവധി അത്ഭുത കഥകൾ പ്രചാരത്തിലുണ്ട്. ഐതിഹ്യ കഥകളും ദേവതാവന്ദനാ ശ്ലോകങ്ങളും ഇവിടെ വരച്ചും എഴുതിയുമൊക്കെ വെച്ചിരിക്കുന്നത് അതീവ ഹൃദ്യമായി തോന്നി. ഐതിഹ്യ കഥകളും ഉത്സവ പെരുമയും പ്രൗഢഗംഭീരമായ ക്ഷേത്ര നിർമ്മിതിയും അപൂർവമായ ചുമർചിത്രങ്ങളും എന്നുവേണ്ട ഈ ക്ഷേത്രത്തിനെ കുറിച്ച് എത്ര പറഞ്ഞാലും അവസാനിക്കുന്നില്ല.
അതീവ ചൈതന്യവത്തായ ഈ പുണ്യപുരാതന ഭൂമിയിൽ മധുരയിൽ നിന്നും ഇവിടെ എത്തി തൻ്റെ ഭക്തജനങ്ങളെ കാത്തു സംരക്ഷിച്ചുകൊണ്ട് ജഗദംബിക കുമാരനെല്ലൂരമ്മയായി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ഭക്തവത്സലയായ ത്രിപുരസുന്ദരിയായ ജഗജ്ജനനി കുടികൊള്ളുന്ന ഈ പുണ്യഭൂമി അതിമധുരമാർന്ന ദിവ്യാനുഭവങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. അനന്തമായ ശക്തികിരണങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ഈ പൈതൃക ഭൂമിക്ക് ശതകോടി സാഷ്ടാംഗ നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു. അമ്മ കനിഞ്ഞ് ഇത്ര നേരം അനുവദിച്ചു തന്ന ഓരോ അക്ഷരവും അവിടുത്തെ പൊന്നു തൃപ്പാദങ്ങൾക്ക് അർച്ചനയായി സമർപ്പിക്കുന്നു. മിന്നും പൊന്നിൻ ചിലമ്പും മണിമയ വിലസൽക്കാഞ്ചിയും നല്ല പട്ടും പൊന്നും രത്നങ്ങളും ചേർത്തധിക തരല സൽമാലകേയൂരമങ്കെ കുന്നിൻ കന്നി മണിക്കാതില കനക കിരീടം ധരിച്ചോരു ദേവി എന്നും മംഗല്യമേകീടണ അതിനു തൊഴം ശ്രീകുമാരാലയേശേ. ശങ്കൊണ്ടിടത്തു മറുപാടൊരു ചക്രമുണ്ട്, കാലിൽ ചിലമ്പു ചിലമുത്തുപടം കഴുത്തിൽ ഓടിയിട്ടു വന്നു കുടികൊണ്ട കുമാരനല്ലോ കാത്യായനി ശരണമെന്നിഹ കൈതൊഴുന്നീൻ. നാം ഏവരെയും കുമാരനെല്ലൂർ വാഴും ആ ജഗദംബിക കാത്ത് രക്ഷിക്കട്ടെ. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിച്ചുകൊള്ളുന്നു. ജഗദംബികാ സ്മരണം. ശ്രീ മഹാദേവീ നമഃ. ശ്രീ കുമാരനെല്ലൂരമ്മേ ശരണം.